പ്രിയമുള്ളവരെ, നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ കരുവാരകുണ്ട് ബസ് സ്റ്റാൻഡ്. ഇതേ ഊണതിൻ്റെ ഉള്ളിൽ കൂടി വച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോ? രണ്ട് ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടിയാണ് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുണ്ട് നന്മ ജനകീയ ഹോട്ടൽ. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയ ഹോട്ടലാണ് നന്മ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ചോറിന് 30 റുപ്യ. ഒരുപാട് ലാഭങ്ങളുണ്ട്. എന്തായാലും ഇത് പരിചയപ്പെടുത്തല്ല, ഒരുപാട് ആളുകൾക്ക് അറിയാം. 2-3-4 വീഡിയോ നമ്മൾ ഇട്ടതാണ്. ഓണം വന്നു കഴിഞ്ഞാൽ ഇവൽക്കുണ്ട് ഒരു സദ്യ കൊടുക്കൽ, അതും ചെറിയ വിലയ്ക്കൊരു സദ്യ. അത് കഴിഞ്ഞ ദിവസം അവർ സദ്യ കൊടുത്തു. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്രാവശ്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. 30 റുപ്യക്കല്ലേ ചോറ് കൊടുക്കണേ. അപ്പോൾ അതിനുള്ള ഒരു മുതൽ ഉണ്ട്. ഒരുപാട് ആളുകൾ. എന്തായാലും ഞാൻ ഈ ഒരു ഓണത്തിന് എല്ലാ വർഷവും നിങ്ങൾ പങ്കുവെക്കണ ഈ ഒരു രുചിക്കൂട്ട് 10-15 ഐറ്റം സാധനങ്ങൾ കൂട്ടാനും കറിയൊക്കെ ആയിട്ടാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ ഈ പ്രാവശ്യം നമ്മുടെ ചാനലിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മൾ വന്ന ആളുകളുടെ അഭിപ്രായം നോക്കാം. സദ്യക്ക് വന്നാലേ അടിപൊളി സദ്യയാണ്. കഴിച്ച് തുടങ്ങുന്നുള്ളൂ. ഇട്ടുടക്കി അപ്പം ലിമിറ്റൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മളാണോ വന്നപ്പോഴാണ് നമ്മുടെ CDS കരുവാരകുണ്ട് പഞ്ചായത്ത് CDS പ്രസിഡന്റ് ബിന്ദു ചേച്ചിയും ഫാമിലിയെ തോന്നുന്നുണ്ട്. എന്നാലും ചോദിക്കാം, ഏട്ടനെന്താ പായസം എങ്ങനെ വെക്കുക? ഏട്ടാ, പായസത്തിൽ നിറച്ച് കൊടുക്കണോ? രണ്ടാം പ്രാവശ്യം കൊടുക്കണ്ടോ? ഓ, വല്ലാത്ത ജാതി. അപ്പൊ എന്തായാലും ബിന്ദു ചേച്ചി കരുതാനോ? സുഖാണ്. ഞങ്ങള് ജനകീയ ഹോട്ടലില് ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് എന്റെ 3 മക്കള്. അത് നമ്മളെ കുടുംബശ്രീയുടെ അക്കൗണ്ടന്റ്. ആ, കഴിഞ്ഞ കൊല്ലം വന്നു. അന്ന് വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും ഇതിപ്പോ ലക്കായി വന്നപ്പോ അത് പറഞ്ഞു. അപ്പൊ സദ്യ എങ്ങനെയുണ്ട്? സദ്യ സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ. ഓണത്തിനിപ്പോ സദ്യ ഇക്കുറി ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ? ഇവരോടൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് തന്നെ ഇവിടുന്നാണ് നമ്മളെ ജനകീയ ഹോട്ടലില്. ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് നോക്ക്. അന്നെ നോക്കില്ല, എന്നെ ഇതേ മരിയാൻ വിടും. ഇങ്ങോട്ട് നോക്കിക്കോ. ആ, നമ്മളെ ഒരു സ്ഥാപനം തുടങ്ങിയത് എത്ര വർഷമായി? ഇപ്പൊ 6ാമത്തെ വർഷമാണ്. 2019 18 നമ്മളെ ഒരു സദ്യ ഈ ഓണത്തിനുള്ള ഓണത്തിന് മാത്രം സദ്യ ചെയ്യാൻ. ഓണത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. ചെയ്ത് കൊടുക്കാം. പക്ഷെ ഈ 120 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് നമ്മള് സാധാരണ എല്ലായിടത്തും എങ്ങനെ റേറ്റ് വെച്ചാല് അതേമാതിരി കൂട്ടും. 10-20 കുറയ്ക്കാൻ വേണമെങ്കിൽ. അല്ലാതെ നമുക്ക് ഓണം ആയതുകൊണ്ട് നമ്മൾ ഈ 30 രൂപയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നവരെ ഉദ്ദേശിച്ചിട്ട് നമ്മള് 120 രൂപയ്ക്ക് അവർക്കൊരു ഇളവായിട്ട് നമ്മൾ ചെയ്യാണ്. അത് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഫസ്റ്റില് ഞങ്ങൾ 80 രൂപയ്ക്ക്, പിന്നെ ഞങ്ങള് 100 രൂപയ്ക്ക്. കഴിഞ്ഞ വർഷം പിന്നെ വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വർഷം 20 രൂപ കൂട്ടുന്നുണ്ട്. ഇപ്രാവശ്യം 120 ആക്കി. അല്ലാതെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ടേ. എന്ന് വിചാരിച്ച് അത്യാവശ്യം എല്ലാ കൂട്ടം കറികളൊക്കെ ഉണ്ട്. നമ്മള് മറ്റേ മോശമാക്കിയിട്ടൊന്നുമില്ല. ഒരു 10 ഐറ്റം കറികളുണ്ട്. പായസം അടക്കം 30 രൂപയ്ക്ക്. എല്ലായിടത്തും അങ്ങനെ 40 രൂപ ആക്കിയവരുണ്ട് കുറച്ച് പേര്. ഈ ടൗൺ ഏരിയയിലൊക്കെ അവർക്ക് 30 രൂപയ്ക്ക് കൊടുത്താൽ നമുക്കിപ്പോ വിറകൊക്കെ ഇങ്ങനെ സുലഭമായിട്ട് കിട്ടും. അപ്പോ ഗ്യാസിൽ മാത്രം ചെയ്യണവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർ 40 രൂപയ്ക്ക് കൊടുക്കാന്നൊരു ഓർഡർ സർക്കാർ നടത്തിയിട്ടുണ്ട്. മുതലാവാത്തവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് 40 രൂപയ്ക്ക് കൊടുക്കുക. എങ്ങനെയാണ് ഇനി അതിന്റെ, നമുക്ക് പഞ്ചായത്താണ് ഇപ്പൊ വാടക തരുന്നത്, അരി തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇനി അവർക്ക് കിട്ടുമോ എന്താ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ 40 രൂപയ്ക്ക് കൊടുക്കാന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്. നമ്മള് 30 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്. പാർസൽ 30-നാണ്, ചോറ് 30. എന്താ പരിപാടി? സാപ്പാട് സദ്യ. സദ്യ എങ്ങനെ വരവുണ്ടോ? വരവുണ്ട്. സദ്യ ഉണ്ടാവും വരും. അപ്പൊ എന്തായാലും രണ്ടാമത് സദ്യ തീരുമാനിച്ചൂടെ? ഇതിപ്പോ സപ്ലയറാ, പുതിയ സപ്ലയർ അതോ ബസ് പണിക്കാരനോ? ഉണ്ട്, തുടക്കം മുതലുണ്ട്. അപ്പൊ തിരക്കാണുമ്പോ അവര് നിൽക്കും. അതാ ആ ചെമ്പ് പിടിച്ചല്ലോ. ആ, അതൊക്കെ എങ്ങനെയാണല്ലേ?
അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന പോലെ പരിപാടിയാണിത്. ഓലെടുക്കുകയാണെങ്കിൽ ചെമ്പ് തട്ടിപ്പറിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾ സദ്യക്ക് ബീഫോ? ആ എന്തത് ഈ സദ്യ ഉണ്ടാകുമ്പോൾ സദ്യ കഴിക്കാന്നല്ലാതെ ആര് പറഞ്ഞു? എന്തായിരുന്നു മാമുക്കോയ? നല്ല ഒരു ഓണായിട്ട് ഒരു കോഴി ബിരിയാണി ഉണ്ടാക്കി കൂടെ അല്ലേ? അങ്ങനെ പറഞ്ഞല്ലേ? അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല സദ്യക്ക ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം കൂടി എങ്ങനെ? അടിപൊളിയാ. അതാണ് സൂപ്പർ.